നമസ്കാരം. മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർ വെറുതെ വായ്ത്താളം അടിച്ചുകൊണ്ട് ആളുകളുടെ വായിൽ കയറി വെടിവെക്കുന്ന പ്രകൃതക്കാരനാണ് അഖിൽ മാരാർ എന്ന വ്യക്തി. അഖിൽ മാരാരെക്കുറിച്ച് നേരത്തെയും നിരവധി ആരോപണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ ആർമിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽ മാരാർ. ഈ വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തുമ്പോഴും അഖിൽ മാരാറിൻ്റെ മറ്റൊരു പരാമർശമുണ്ട്. ബലൂചിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ സൗഹൃദം, ഇന്ത്യയുടെ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ എതിരെ ബലൂചിസ്ഥാന് ആയുധം നൽകിയത് ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ അഖിൽ മാരാറിന് കുരുക്കായിരിക്കുന്നത്. അഖിൽ മാരാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസാണ് കൊടുത്തിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് നിലനിൽക്കുന്നത്. നമുക്ക് അഖിൽ മാരാറിന്റെ ആ പ്രസ്താവന, വിവാദ പ്രസ്താവന എന്താണെന്ന് കണ്ടു നോക്കാം. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം, പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത, പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJP-യുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സത്യത്തിൽ അഖിൽ മാരാർ കേരളീയ രാഷ്ട്രീയത്തിൽ എന്തോ ഒരു കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ വക്താവായിക്കൊണ്ട്, അദ്ദേഹം കോൺഗ്രസിലെ നേതാവായിക്കൊണ്ട് അടുത്ത് മത്സരിക്കാനുള്ള പുറപ്പാടിലായിരിക്കാം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും ഒന്നിലും ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ്. ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, നാളെ മാറ്റി പറയും. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുന്നത്. ഇതിനെയൊക്കെ വിമർശിക്കുമ്പോഴും അദ്ദേഹം നാക്കുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു പ്രവണതയാണ് അഖിൽ മാരാറിൻ്റെ ഭാഗത്തു നിന്നും പലപ്പോഴും കണ്ടിരിക്കുന്നത്. അഖിൽ മാരാറിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, വായ്ത്താളം പറയാനറിയാം, പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തെ വളച്ചൊടിക്കാനും അല്ലെങ്കിൽ അതിനെ ഒരു ഇല്ലാതാക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ള വാക്ചാതുര്യം എന്നൊക്കെ അതിന് പറയാം. എന്തായാലും ആ ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് അയാൾ ഇത്രയും കാലം രക്ഷപ്പെട്ടു പോയി. പല പ്രശ്നങ്ങളിലും ആ ഒരു നാക്ക് കൊണ്ടാണ് അഖിൽ മാരാർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയും. എന്നാൽ ആ നാക്ക് തന്നെയാണ് അദ്ദേഹത്തിനെ വീഴ്ത്തിയിരിക്കുന്നത് ഇക്കുറി. ഇപ്പോഴതാ ബലൂചിസ്ഥാനെതിരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന, ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മോശമാക്കി ചിത്രീകരിക്കുകയും ഇന്ത്യയുടെ ദേശീയതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന മാറുകയും ചെയ്യുമ്പോഴാണ് അതൊരു കേസായിട്ട്, ജാമ്യമില്ലാ കേസായിട്ട് മുറുകിയിരിക്കുകയാണ്. സത്യത്തിൽ അഖിൽ മാരാറെ ഇപ്പോൾ വളരെയധികം പേടിച്ചു ഇരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് കാണുന്നത്. സാധാരണ ഏതൊരു പ്രശ്നം വന്നാലും പുറത്ത് വളരെ ധൈര്യത്തോടെ സംസാരിക്കുന്ന അഖിൽ മാരാറിൻ്റെ ഉള്ളിൽ വല്ലാതെ പേടിയുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും ബാക്കി ഭാഗം കൂടി കണ്ടു നോക്കാട്ടോ. ഭാരതം എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കവി പാടിയതുപോലെ ഭാരതം എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഖ്യവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അഭാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടാനാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്ന് വാർത്ത. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോട് പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. അവരുടെ എന്തായാലും അഖിൽ മാരാർക്ക് ഇപ്പോൾ കോൺഗ്രസിനോടും പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയോടുമൊക്കെ ഒരു പ്രത്യേക സ്നേഹം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്നേഹത്തിന് പിന്നിൽ ഒരു പക്ഷേ ഒരു സീറ്റ് മണക്കുന്നുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു പക്ഷേ ഇയാൾക്ക് വല്ല സീറ്റും ഓഫർ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു പഹൽഗാം ഇഷ്യൂവിൽ നമ്മുടെ രാജ്യം ഒന്നാകെ എല്ലാവരും പാർട്ടിയുടെ ഒരു വിഭിന്നതയും ഇല്ലാതെ
ഒരു പക്ഷാഭേദവും ഇല്ലാതെ എല്ലാ പാർട്ടിയും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ഭീകരർക്കെതിരെ പോരാടണമെന്ന് ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ ചില പുഴുക്കുത്തുകൾ ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റമാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെ മോശമാക്കി ചിത്രീകരിക്കുക. പ്രധാനമന്ത്രിയെ മാത്രമല്ല അവിടെ മോശമാക്കിയിട്ടുള്ളത്, വലിയൊരു ആരോപണം കൂടിയാണ് അഖിൽ മാരാർ ഉന്നയിച്ചിട്ടുള്ളത്. ബാലിചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ പിരികേറ്റിക്കൊണ്ട് പാകിസ്ഥാനെതിരെ ആക്രമിച്ചു. അപ്പോൾ ബാലിചിസ്ഥാനെ ഒറ്റപ്പെടുത്തി എന്ന തരത്തിലുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് അഖിൽ മാരാർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അഖിൽ മാരാർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. അയാൾക്ക് ഒരു പക്ഷേ ജാമ്യമില്ല കേസ് ആവാനും സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കാണ്. കാരണം ദേശവിരുദ്ധപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രസ്താവനകൾക്കെല്ലാം ഒടുവിൽ അഖിൽ മാരാർ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിച്ചല്ലോ എന്നൊക്കെ വേദന പങ്കിട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ, അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു. അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള, നിങ്ങളോട് തോന്നിയ പരമപുച്ഛം. ഈ നാട്ടിൽ നിങ്ങളോട്, അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ, ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, അധികം വികാരാതീതനായിക്കൊണ്ടാണ് അഖിൽ മാരാറിൻ്റെ ഈ ഒരു രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. തന്നെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഇപ്പോൾ വിമർശിക്കുകയാണ്. പണ്ട് സുഡാപ്പികൾക്കെതിരെയൊക്കെ ഞാൻ നൽകിയ പ്രസ്താവനകൾക്ക് തന്നെ കൂടെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് എന്നെ ആ സുഡാപ്പികൾക്ക് ഒരാളായിക്കൊണ്ട് തീവ്രവാദിയായിക്കൊണ്ട് ചിത്രീകരിച്ചല്ലോ എന്ന് അദ്ദേഹം വേദന കൊണ്ട് പറയുന്നുണ്ട്. ആ ഒരു ഹൃദയവേദന അറിയിക്കുന്നുണ്ട്. പക്ഷേ ഒരു അഖിൽ മാരാറിനെ ന്യായീകരിക്കില്ല. അയാൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു സമയത്തല്ല, രാജ്യം ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം നേരിടുന്ന സമയത്തല്ല ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറക്കേണ്ടത്. സംയോജിതമായിട്ടുള്ള ഒരു സമയത്തായിരുന്നു എങ്കിൽ ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ സ്വീകാര്യമായിരുന്നു. ഇതൊരു പക്ഷേ ദേശവിരുദ്ധമായിട്ട് ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും സംയമനം പാലിക്കുന്നത് നല്ലതാകും. അഖിൽ മാരാറിൻ്റെ ഏതൊരു പ്രസ്താവന എടുത്തു നോക്കുകയാണെങ്കിലും അദ്ദേഹം പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ പലതും പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെ അതൊന്നും പ്രസ്താവനകളിൽ വന്ന തിരുത്തുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തെറ്റ് പറ്റിയിട്ടും അതിനൊന്നും തിരുത്തുകൾ ഉണ്ടായിട്ടില്ല, അതിന് മാപ്പ് അപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. പലപ്പോഴും വായ തോന്നുന്നത് പറയുന്നൊരു ശീലമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനിയെങ്കിലും സംയമനം പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണ അഖിൽ മാരാർ പെട്ടിരിക്കുകയാണ്. കേസായിട്ടുണ്ട്, ജാമ്യമില്ല വകുപ്പും ചാർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്